ഡിയർ സ്റ്റുഡൻസ്, +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഒരു മെയിൻ ടോപ്പിക്കായ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഒരു കോമ്പൗണ്ടിന്റെ ഒരു മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ആറ്റങ്ങളുടെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയാണ് എംപിരിക്കൽ ഫോർമുല കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒരു കോമ്പൗണ്ടിന്റെ മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത ആറ്റങ്ങളുടെ യഥാർത്ഥ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ എംപിരിക്കൽ ഫോർമുലയിൽ നമുക്ക് യഥാർത്ഥ എണ്ണം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മോളിക്കുലർ ഫോർമുല നോക്കിയാൽ മാത്രമേ നമുക്ക് ഒരു മോളിക്യൂളിൽ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളുടെ യഥാർത്ഥ എണ്ണം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിൽ ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു കോമ്പൗണ്ടിലെ വിവിധ എലമെന്റ്സിന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ അറിയാമെങ്കിൽ നമുക്ക് ആ കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ സാധിക്കും. എംപിരിക്കൽ ഫോർമുലയും മോളാർ മാസും അറിയാമെങ്കിൽ നമുക്ക് ആ മോളിക്യൂളിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു കോമ്പൗണ്ടിലെ വ്യത്യസ്ത മൂലകങ്ങളുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വാട്ടർ ഉദാഹരണമായി എടുത്തുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാം. വാട്ടറിൽ 2 എലമെന്റ്സ് ആണുള്ളത് നമുക്കറിയാം, ഹൈഡ്രജനും ഓക്സിജനും. വാട്ടറിന്റെ മോളാർ മാസ് 18.02 ഗ്രാം ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ 18 എന്ന് പറയാറുണ്ട്. അപ്പോൾ വാട്ടറിൽ ഹൈഡ്രജന്റെ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഒരു കോമ്പൗണ്ടിൽ ഒരു എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിന് ഉള്ള ഇക്വേഷൻ മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെന്റ് ഈക്വൽസ് മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇൻ ദി കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100 ആണ്. അതായത് ആ കോമ്പൗണ്ടിൽ ഏത് എലമെന്റിന്റെ ആണോ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത് ആ എലമെന്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ചെയ്ത ശേഷം അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ മാസ് പെർസെൻറ്റേജ് വാട്ടറിൽ എത്രയായിരിക്കുമെന്ന് നോക്കാം. മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈക്വൽസ് 2 × 1.008 ഡിവൈഡ് ബൈ 18.02 × 100. അപ്പോൾ അവിടെ 2 × എന്ന് വന്നിരിക്കുന്നതിന് കാരണം അവിടെ 2 ഹൈഡ്രജൻ ആറ്റമാണ് ഉള്ളത്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ 11.18 ആണ്. അതുപോലെ നമുക്ക് മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കാൻ സാധിക്കും. 16/18.02 × 100. 88.79% ആണ് മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ. ഇതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എഥനോളിലെ എലമെന്റ്സിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിരിക്കുന്നതും കാണിച്ചിട്ടുണ്ട്. എഥനോളിന്റെ ഫോർമുല നമുക്കറിയാം, C2H5OH ആണ്. ഇതിൽ 2 കാർബൺ ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. എഥനോളിന്റെ മോളാർ മാസ് 46.068 ഗ്രാം ആണ്. അപ്പോൾ അതിൽ നിന്ന് ഓരോ എലമെന്റിന്റെയും മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ 24.02 ഗ്രാം ഡിവൈഡഡ് ബൈ 46.068 ഗ്രാം ഇൻറ്റു 100 ദാറ്റ് ഈക്വൽസ് 52.14%. കാർബൺ 2 എണ്ണം ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ 24 എന്ന് എടുത്തത്. 24.02 എന്ന് എഴുതിയില്ലെങ്കിലും 24 എന്ന് എഴുതി കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ഏകദേശം കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. അതുപോലെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ 6/46 × 100 13.13%. അതുപോലെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ 16 ഡിവൈഡ് ബൈ 46 × 100 ഈക്വൽസ് 34.73%. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ മാസ് പെർസെൻറ്റേജ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാം. എംപിരിക്കൽ ഫോർമുലയും ആ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസും അറിയാമെങ്കിൽ നമുക്ക് മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് സാധാരണയായി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. 2017 മാർച്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഗീവ് ദി എംപിരിക്കൽ ഫോർമുല ഓഫ് ദി ഫോളോയിങ്. തന്നിരിക്കുന്നവയുടെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന മോളിക്യൂൾസ് ഇതൊക്കെയാണ്: C6H12O6 ഗ്ലൂക്കോസ്, C6H6 ബെൻസീൻ, CS3COH അസറ്റിക് ആസിഡ്, C6H6Cl6. അപ്പോൾ ഇവയുടെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗ്ലൂക്കോസിന്റെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ നോക്കാം. ഗ്ലൂക്കോസിൽ 6 കാർബണും
12 ഹൈഡ്രജനും 6 ഓക്സിജനുമാണുള്ളത്. ഇതിലെ ആറ്റങ്ങളുടെ ആക്ച്വൽ റേഷ്യോ 6:12:6 എന്നാണ്. ഇതിനെ വീണ്ടും സിമ്പിൾ ആക്കുമ്പോൾ നമുക്ക് 6 കൊണ്ട് ആ 3 സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ റേഷ്യോ 1:2:1 എന്നാണ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കാർബൺ 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1 എന്ന റേഷ്യോയിലാണ് എംപിരിക്കൽ ഫോർമുലയിൽ ഈ എലിമെന്റ്സ് കാണപ്പെടുന്നത്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല ഈസ് CH2O എന്നാണ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എഴുതുന്നത് മനസ്സിലായല്ലോ. അടുത്തത് C6H6 ബെൻസീൻ. ഇവിടെ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ആക്ച്വൽ റേഷ്യോ 6:6 ആണ്. അതിന്റെ സിമ്പിൾ റേഷ്യോ 6 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 1:1 ആണ് സിമ്പിൾ റേഷ്യോ. അതുകൊണ്ട് എംപിരിക്കൽ ഫോർമുല CH എന്നാണ്. അടുത്തത് അസറ്റിക് ആസിഡ് CH3COOH. ഇവിടെ 2 കാർബൺ ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ 2 ഓക്സിജനും ഉണ്ട്. അപ്പോൾ ആക്ച്വൽ റേഷ്യോ 2:4:2 എന്നാണ്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ 2:4:2 എന്നാണ്. അപ്പോൾ അതിനെ സിമ്പിൾ റേഷ്യോയിലാക്കുമ്പോൾ 1:2:1 എന്നാകും. അതിനാൽ എംപിരിക്കൽ ഫോർമുല CH2O എന്ന് എഴുതാൻ സാധിക്കും. ലാസ്റ്റ് മോളിക്യൂൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് C6H6Cl6 ആണ്. ഇവിടെ 6 കാർബൺ, 6 ഹൈഡ്രജൻ, 6 ക്ലോറിൻ ആണ്. അപ്പോൾ ആക്ച്വൽ റേഷ്യോ 6:6:6 ആണ്. സിമ്പിൾ റേഷ്യോ ആക്കുമ്പോൾ 1:1:1 ആണ്. അതുകൊണ്ട് എംപിരിക്കൽ ഫോർമുല CHCl. മോളിക്കുലർ ഫോർമുല തന്നാൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല എഴുതുന്നത് എങ്ങനെയെന്ന് ഏകദേശം മനസ്സിലായി. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ലഘു അനുപാതം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ ഈ മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള ഒരു റിലേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല തന്നാൽ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനും സാധിക്കും. മോളിക്കുലർ ഫോർമുല തന്നു കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനും സാധിക്കും. 2018 മാർച്ചിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി മോളിക്കുലർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് വിത്ത് മോളാർ മാസ് 78 gram/mol ആൻഡ് എംപിരിക്കൽ ഫോർമുല CH. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ എംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട് CH, പിന്നെ തന്നിരിക്കുന്നത് മോളാർ മാസ് ആണ്. എന്നിട്ട് മോളിക്കുലർ ഫോർമുല ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിയിരിക്കണം. മോളിക്കുലർ ഫോർമുല ഈക്വൽസ് എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഈ ഫോർമുലയിലെ N കൊണ്ട് ഉദ്ദേശിക്കുന്നത് N ഈക്വൽസ് മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ഈ N എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. മോളാർ മാസ് തന്നിട്ടുണ്ട് 78 gram/mol. എംപിരിക്കൽ ഫോർമുല CH എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കാർബൺ ആയതുകൊണ്ട് 12, ഒരു ഹൈഡ്രജൻ 1. അപ്പോൾ 12 + 1 = 13. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് 13 ആണ്. ഇനി മോളിക്കുലർ ഫോർമുല മാസും അല്ലെങ്കിൽ മോളാർ മാസും എംപിരിക്കൽ ഫോർമുല മാസും കിട്ടിക്കഴിഞ്ഞു. അത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് 78/13, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് N ആണ്. സ്മോൾ n എന്ന് നമ്മൾ കഴിഞ്ഞ ഇക്വേഷനിൽ സൂചിപ്പിച്ചിരിക്കുന്ന സംഖ്യയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. N = 6 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എംപിരിക്കൽ ഫോർമുലയെ N എന്നുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഇവിടെ N ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്താണ്? 6. അപ്പോൾ മോളിക്കുലർ ഫോർമുല ഈക്വൽസ് CH × 6. അപ്പോൾ കാർബണിനെയും ഹൈഡ്രജനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൻസർ എന്ത് വരും? C6H6. നമ്മുടെ ബെൻസീൻ ആയിരുന്നു തന്നിരുന്ന മോളിക്യൂൾ. അപ്പോൾ എംപിരിക്കൽ ഫോർമുല CH, മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ് കിട്ടിയത്? C6H6. അപ്പോൾ ഈ രണ്ട് സിമ്പിൾ ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും അടിസ്ഥാനമായി വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. 2012 സെപ്റ്റംബറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ദി മോളിക്കുലർ ഫോർമുല ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് എംപിരിക്കൽ ഫോർമുല. മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മോളിക്കുലർ ഫോർമുല എന്താണെന്ന് എഴുതണം, എംപിരിക്കൽ ഫോർമുല എന്താണെന്ന് എഴുതണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം വ്യക്തമാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഓൺ അനാലിസിസ് ഗേവ് ദി ഫോളോയിങ് കോമ്പോസിഷൻ: കാർബൺ 40%, ഹൈഡ്രജൻ 6.66% ആൻഡ് ഓക്സിജൻ 53.34%. കാൽക്കുലേറ്റ് ഇറ്റ് മോളിക്കുലർ ഫോർമുല ഇഫ് ഇറ്റ്സ് മോളിക്കുലർ മാസ് ഈസ് 90. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയുടെ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതിന്റെ മോളാർ മാസ് 90 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളത്
ഒരു ചാർട്ടാക്കി എഴുതി സൂചിപ്പിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ചാർട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് കോളത്തിൽ ഏതൊക്കെ എലമെന്റ്സ് ആണെന്ന് എഴുതുക. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അടുത്ത കോളത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എഴുതുക. 40, 6.66, 53.34. ഇനി ഓരോ ആറ്റത്തിൻ്റെയും അറ്റോമിക് മാസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും അറ്റോമിക് മാസ് അതിന് നേരെ എഴുതുക. കാർബൺ 12, ഹൈഡ്രജൻ 1, ഓക്സിജൻ 16. അടുത്ത കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ പെർസെൻറ്റേജിനെയും അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കാർബൺ നമുക്ക് വാല്യൂ 3.33 എന്ന് കിട്ടും, ഹൈഡ്രജൻ 6.66 എന്ന് കിട്ടും, ഓക്സിജൻ 3.33 എന്ന് കിട്ടും. ഈ വാല്യൂവിൽ നിന്ന് നമ്മൾ ഒരു സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കണം. സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നാലാമത്തെ കോളത്തിൽ കിട്ടിയ വാല്യൂസിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. അതുകൊണ്ട് എല്ലാ വാല്യൂസിനെയും ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് 3.33 തന്നെയാണ്, ഒരു വാല്യൂ 6.66. അപ്പോൾ ചെറിയ വാല്യൂ ഏതാണ്? 3.33. അപ്പോൾ 3.33 കൊണ്ട് ഈ മൂന്ന് വാല്യൂസിനെയും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിമ്പിൾ റേഷ്യോ ആയിട്ട് കാർബൺ 1 കിട്ടും, ഹൈഡ്രജൻ 2 കിട്ടും, ഓക്സിജൻ 1 കിട്ടും. അപ്പോൾ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1:2:1 എന്ന് എഴുതാൻ സാധിക്കും. ഹോൾ നമ്പർ റേഷ്യോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത കോളത്തിൽ അതിനെ ഹോൾ നമ്പർ റേഷ്യോ ആക്കി പൂർണ്ണസംഖ്യ റേഷ്യോ ആക്കി മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെ ഹോൾ നമ്പർ റേഷ്യോ ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത കോളത്തിൽ അതൊന്നുകൂടി എടുത്ത് എഴുതാം. 1:2:1. അപ്പോൾ എംപിരിക്കൽ ഫോർമുല നമുക്ക് ഈ റേഷ്യോ വെച്ച് എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല CH2O എന്ന് എഴുതാൻ സാധിക്കും. അതായത് കാർബൺ 1 എന്നാണ് കിട്ടിയത്, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. അപ്പോൾ എംപിരിക്കൽ ഫോർമുല CH2O. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം. ഒരു കാർബൺ, 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. അപ്പോൾ 12 + 2 + 16 = 30. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് 30 എന്ന് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? N എന്ന് പറയുന്ന ഒരു സംഖ്യ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മോളാർ മാസ് തന്നിരിക്കുന്നത് 90 ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് 30. 90/30 എന്ന് പറഞ്ഞാൽ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 3 ആണ്. ഇനി ചെയ്യേണ്ടത് എന്താണ്? മോളിക്കുലാർ ഫോർമുല കിട്ടാൻ എംപിരിക്കൽ ഫോർമുലയെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. CH2O × 3. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? C 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C3, H2 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ H6, O3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ O3. അപ്പോൾ മോളിക്കുലാർ ഫോർമുല എന്താണ്? C3H6O3. അപ്പോൾ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല C3H6O3 ആണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഇതേപോലുള്ള ഏത് പ്രോബ്ലവും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റു വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. 2016 സെപ്റ്റംബറിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധം നമ്മൾ എഴുതി കാണിക്കുക. അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. അതുപോലെ തന്നെ മോളിക്കുലാർ ഫോർമുല ഈക്വൽസ് എംപിരിക്കൽ ഫോർമുല × N. അതുപോലെ N ഈക്വൽസ് മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് എന്നുള്ള റിലേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് തമ്മിലുള്ള റിലേഷൻ വ്യക്തമാക്കാൻ സാധിക്കും. ഇനി അതിനോടൊപ്പം ചോദിച്ചിരുന്ന പ്രോബ്ലമാണ്, ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഹാസ് ദി ഫോളോയിങ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ: കാർബൺ 12.36%, ഹൈഡ്രജൻ 2.13%, ബ്രോമിൻ 85%. ഇറ്റ്സ് വെപ്പർ ഡെൻസിറ്റി ഈസ് 94. ഫൈൻഡ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല. അപ്പോൾ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ തന്നെയാണ് ക്വസ്റ്റ്യൻ. പെർസെൻറ്റേജ് കോമ്പോസിഷനാണ് തന്നിരിക്കുന്നത്. പക്ഷേ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്നുള്ളൊരു വ്യത്യാസം, അവിടെ മോളാർ മാസ് നേരിട്ട് തന്നിരുന്നു, പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് വെപ്പർ ഡെൻസിറ്റിയാണ്. അപ്പോൾ വെപ്പർ ഡെൻസിറ്റിയിൽ നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കണം. അതിനുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ മോളാർ മാസ് ഈക്വൽസ് 2 × വേപ്പർ ഡെൻസിറ്റി എന്നൊരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. വേപ്പർ ഡെൻസിറ്റി 94 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മോളാർ മാസ് എത്രയായിരിക്കും? 2 × 94, ദാറ്റ് ഈസ് ഈക്വൽ ടു 188. അപ്പോൾ നമുക്ക് മോളാർ മാസ് കിട്ടി. ഇനി നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആദ്യത്തെ കോളത്തിൽ കാർബൺ, ഹൈഡ്രജൻ, ബ്രോമിൻ എഴുതുക. അടുത്ത കോളത്തിൽ പെർസെൻറ്റേജ് എഴുതുക. അടുത്ത കോളത്തിൽ അറ്റോമിക് മാസ് എഴുതുക. അപ്പോൾ അറ്റോമിക് മാസ് കാർബണിൻ്റെ അറിയാം, ഹൈഡ്രജൻ്റെ അറിയാം, ബ്രോമിൻ്റെ അറ്റോമിക് മാസ് 80 ആണ്. അപ്പോൾ നമ്മൾ ലോഗരിതം ടേബിൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ നമ്മൾക്ക് അറിയില്ലാത്ത ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത കോളത്തിൽ എന്താണ്? പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ്. അപ്പോൾ കിട്ടുന്ന ആൻസർ കാർബൺ 1.03, ഹൈഡ്രജൻ 2.13,
ബ്രോമിൻ 1.06. ഈ 3 വാല്യൂസിൽ ഏറ്റവും ചെറിയ വാല്യൂ 1.03 ആണ്. അതുകൊണ്ട് 1.03 കൊണ്ട് ഈ 3 വാല്യൂസിനെയും ഡിവൈഡ് ചെയ്യുക. നാലാമത്തെ കോളത്തിൽ നമുക്ക് സിമ്പിൾ റേഷ്യോ 1.03 ഡിവൈഡ് ബൈ 1.03 ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 2.13 ഡിവൈഡ് ബൈ 1.03 ചെയ്യുമ്പോൾ നമുക്ക് 2.06 ആണ് കിട്ടുന്നത്. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 2 എന്ന് എഴുതാം. അതുപോലെ 1.06 ഡിവൈഡ് ബൈ 1.03 ചെയ്യുമ്പോൾ നമുക്ക് 1.02 ആണ് ലഭിക്കുന്നത്. അവിടെയും 1 എന്ന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിമ്പിൾ റേഷ്യോ 1:2:1 എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കഴിഞ്ഞുള്ള സംഖ്യകൾ നോക്കിയാൽ നമുക്കറിയാം നമുക്കത് റൗണ്ട് ഓഫ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സംഖ്യകളാണ്. കാരണം 0ഉം 1ഉം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒഴിവാക്കി റൗണ്ട് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനി 1.9 എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ അതിനെ 2ലേക്ക് മാറ്റി റൗണ്ട് ഓഫ് ചെയ്യാനും സാധിക്കും. ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ സിമ്പിൾ റേഷ്യോ ആയിട്ട് കിട്ടിയിരിക്കുന്നത് 1:2:1 എന്നാണ്. അപ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല എഴുതാൻ സാധിക്കും CH2Br. ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n എന്ന സംഖ്യയാണ്. മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n കിട്ടും. 188/94 = 2. അപ്പോൾ നമ്മുടെ എംപിരിക്കൽ ഫോർമുലയെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടും. CH2Br × 2 = C2H4Br2. അപ്പോൾ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് C2H4Br2. അടുത്ത പ്രോബ്ലം മാർച്ച് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ കോമ്പൗണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 elements A and B. ഒരു കോമ്പൗണ്ടിൽ 2 എലമെന്റ്സേ ഉള്ളൂ. അതിൽ എയുടെ പെർസെൻറ്റേജ് 70% ആണ്, ബിയുടെ പെർസെൻറ്റേജ് 30% ആണ്. റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് A and B ഇൻ ദി കോമ്പൗണ്ട് ആർ 1.25 and 1.88 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട് 1.25ഉം 1.88ഉം. ഇഫ് ദി മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഈസ് 160, മോളാർ മാസ് 160 ആണെങ്കിൽ മോളിക്കുലാർ ഫോർമുല എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇത്രയും നേരം ചെയ്ത പ്രോബ്ലവും ഇതുമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം, ഇവിടെ A, B എന്ന് പറയുന്ന 2 എലമെന്റ് ആയിട്ടേ തന്നിട്ടുള്ളൂ, അല്ലാതെ ഏത് എലമെന്റ് ആണെന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ അറ്റോമിക് മാസ് എന്താണെന്ന് നേരിട്ട് എഴുതാൻ പറ്റുകയില്ല. ക്വസ്റ്റ്യനിൽ നിന്ന് അറ്റോമിക് മാസ് നേരിട്ട് അറിയാൻ പറ്റില്ലെങ്കിലും പെർസെൻറ്റേജ് കോമ്പോസിഷനും നമ്പർ ഓഫ് മോൾസും ഉപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അറ്റോമിക് മാസ് ഓഫ് A = പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ്. അതുപോലെ അറ്റോമിക് മാസ് ഓഫ് B കണ്ടുപിടിക്കാൻ പെർസെൻറ്റേജിനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് B കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അറ്റോമിക് മാസ് ഓഫ് A എന്താണ് കിട്ടിയിരിക്കുന്നത്? 70/1.25 = 56. അതുപോലെ അറ്റോമിക് മാസ് ഓഫ് B എന്താ കിട്ടിയിരിക്കുന്നത്? 30/1.88 = 15.96. അപ്പോൾ ഇനി നമുക്ക് ആ ചാർട്ടിൽ എന്തൊക്കെ എഴുതാമെന്ന് നോക്കാം. ആദ്യത്തെ കോളത്തിൽ AB എന്ന 2 എലമെന്റ് എഴുതുക, രണ്ടാമത്തെ കോളത്തിൽ പെർസെൻറ്റേജ് എഴുതി, മൂന്നാമത്തെ കോളത്തിൽ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് എഴുതി. ഇനി സിമ്പിൾ റേഷ്യോ കിട്ടുവാൻ നമുക്ക് ഈ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസിലെ ചെറിയ സംഖ്യ കൊണ്ട് എല്ലാ സംഖ്യകളെയും ഡിവൈഡ് ചെയ്താൽ മതി. നേരത്തെ ചെയ്ത പോലെ തന്നെ സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കാൻ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ആയിട്ട് തന്നിരിക്കുന്ന സംഖ്യയിലെ ചെറിയ സംഖ്യ കൊണ്ട് എല്ലാ സംഖ്യകളെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ചെറിയ സംഖ്യ 1.25 ആണ്. അപ്പോൾ 1.25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1.25 ഡിവൈഡ് ബൈ 1.25 = 1. 1.88 ഡിവൈഡ് ബൈ 1.25 = 1.5. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് സിമ്പിൾ റേഷ്യോ ആയിട്ട് കിട്ടിയിരിക്കുന്ന 1:1.5 എന്നാണ്. അപ്പോൾ 1.5 എന്നുള്ളത് ഹോൾ നമ്പർ റേഷ്യോ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ നമുക്കിതിനെ ഒരു പൂർണ്ണസംഖ്യ റേഷ്യോയിൽ എത്തിക്കാമെന്ന് നോക്കാം. 1.5 ആണ് അവിടെ പൂർണ്ണസംഖ്യ അല്ലാത്തത്. അപ്പോൾ അതിനെ ഒരു പൂർണ്ണസംഖ്യ ആക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അതിനുശേഷം 2 കൊണ്ട് പറ്റിയില്ലെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നമ്മൾ അതിനെ ഹോൾ നമ്പർ റേഷ്യോയിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹോൾ നമ്പർ റേഷ്യോ കിട്ടും. 1.5 × 2 ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. പിന്നെ നമ്മൾ അടുത്ത സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ പോയിന്റുള്ള സംഖ്യയെ പൂർണ്ണസംഖ്യയാക്കാൻ പറ്റുക എന്ന് നോക്കിയ ശേഷം ആ 2 സംഖ്യകളെയും അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 1.5നെ ഇവിടെ പൂർണ്ണസംഖ്യയാക്കാൻ വേണ്ടി ഹോൾ നമ്പർ റേഷ്യോയിൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടി. അപ്പോൾ 2 കൊണ്ട് ആദ്യത്തെ A എന്ന എലമെന്റിന്റെ സിമ്പിൾ റേഷ്യോ ആയിട്ട് കിട്ടിയിരിക്കുന്ന ആ സംഖ്യയെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് 2 × 1 = 2 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കോളത്തിൽ കിട്ടിയിരിക്കുന്ന സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എങ്ങനെയാണ്? 2:3 എന്നാണ്. അപ്പോൾ നമ്മുടെ എംപിരിക്കൽ ഫോർമുല എങ്ങനെ വരും? A2B3 എന്ന് വരും. അപ്പോൾ നമ്മൾ നേരത്തെ അറ്റോമിക് മാസ് എയുടെയും ബിയുടെയും കണ്ടുവച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ സാധിക്കും. A2B3യുടെ എംപിരിക്കൽ ഫോർമുല മാസ് 160 ആണ്. ഇതിൽ നിന്ന് നമുക്ക് n എന്ന സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും. മോളിക്കുലർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 160 by 160 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ എംപിരിക്കൽ ഫോർമുലയെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മോളിക്കുലർ ഫോർമുല കിട്ടും. മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും സെയിം തന്നെയാണ്. A2B3 ഇതാണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും. 2014 മാർച്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ എംപിരിക്കൽ ഫോർമുല, ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു ദി മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. എന്താണ് എംപിരിക്കൽ ഫോർമുല എന്ന് ഡിഫൈൻ ചെയ്യുക, ഇത് എങ്ങനെ മോളിക്കുലർ ഫോർമുലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2010 മാർച്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് മാസ് പെർസെൻറ്റേജ്, എന്താണെന്ന് മാസ് പെർസെൻറ്റേജ് എന്ന് എഴുതുക. അപ്പോൾ അത് നമ്മൾ ആ ഇക്വേഷൻ എഴുതിയാൽ മതി. മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് equals mass of that element in the compound divided by molar mass of the compound into 100. അതിനോടൊപ്പം ചോദിച്ചിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% കാർബൺ, 71.65% ക്ലോറിൻ. ഇറ്റ്സ് മോളിക്കുലർ മാസ് ഈസ് 98.96. വാട്ട് ആർ ദി എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയും കണ്ടുപിടിക്കണം, മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്, അതുപോലെ മോളാർ മാസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാർട്ടിൽ ഫസ്റ്റ് കോളത്തിൽ 3 എലമെൻറ്റ് എഴുതുക. കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. അതുപോലെ അതിൻ്റെ പെർസെൻറ്റേജ് എഴുതുക. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും അറ്റോമിക് മാസും എഴുതുക. അതിൽ നിന്ന് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുക. കാർബണിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2.02, ഹൈഡ്രജൻ 4.07, ക്ലോറിൻ 2.02. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ 2.02 ആണ്. 2.02 കൊണ്ട് ആ 3 സംഖ്യകളെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സിമ്പിൾ റേഷ്യോ 1:2:1 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് ഹോൾ നമ്പർ ആക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് പൂർണ്ണസംഖ്യകളായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എംപിരിക്കൽ ഫോർമുല CH2Cl. എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 12 + 2 + 35.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 49.5. മോളാർ മാസ് തന്നിട്ടുണ്ട് 98.96. ഇനി ഫോർമുലയിലെ n കണ്ടുപിടിക്കാൻ മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 98.96 ഡിവൈഡ് ബൈ 49.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഈ 2 കൊണ്ട് എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ പ്രോബ്ലവും ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഏത് പ്രോബ്ലവും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും എന്താണെന്ന് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു മോളിക്യൂളിലെ ആറ്റത്തിൻ്റെ യഥാർത്ഥ എണ്ണം സൂചിപ്പിക്കുന്നതാണ് മോളിക്കുലർ ഫോർമുല. ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ സിമ്പിൾ റേഷ്യോ സൂചിപ്പിക്കുന്നതാണ് എംപിരിക്കൽ ഫോർമുല. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് സ്റ്റോയിക്യോമെട്രിയെ കുറിച്ചും സ്റ്റോയിക്യോമെട്രി കാൽക്കുലേഷൻസിനെ കുറിച്ചുമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.